അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ മാസം അതിൻ്റെ അവസാന 10ലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. പരിശുദ്ധ റമദാൻ മാസത്തിലെ അവസാന 10 ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ശ്രേഷ്ഠകരമായിട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വിശ്വാസി സമൂഹം ഈ ഒരു അവസരത്തിൽ മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി സാധ്യമായ ആളുകളൊക്കെ പള്ളികളിൽ എഴുത്തിക്കാഫിരിക്കുന്നു. അതുപോലെ രാവുകളിൽ പരമാവധി നമസ്കാരം നിർവഹിക്കുന്നു. പരിശുദ്ധ ഖുർആനുമായി ബന്ധം കൂടുതൽ ദൃഢമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ അവസാന 10 ഈ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാക്കി കളയുന്ന ചില നിർഭാഗ്യവാന്മാരുണ്ട്. അത് നമ്മൾ അറിയാതെ പോകരുത്. അതിലൊന്ന് മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവരാണ്. മറ്റൊന്ന് ബന്ധങ്ങൾ മുറിച്ചു കളയുന്നവരാണ്. മറ്റൊന്ന് മദ്യപാനികളാണ്. മദ്യപാനികൾ ഈ അവസാന 10 നഷ്ടപ്പെടുത്തുന്നവരാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കുടിയന്മാരായ ആളുകൾക്ക് എങ്ങനെയാണ് പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുക എന്നത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ല. എന്നാൽ അതോടൊപ്പം ചേർത്ത് അല്ലെങ്കിൽ അതിനു മുമ്പേ തന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള 2 കൂട്ടരാണ് മാതാപിതാക്കളെ ദ്രോഹിച്ചവരും ബന്ധങ്ങൾ മുറിച്ചവരും. മാതാപിതാക്കളോടുള്ള മനുഷ്യന്റെ ബന്ധം എന്ന് പറയുന്നത് വളരെ വലിയ ബന്ധമാണ്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാന. പടച്ച തമ്പുരാൻ കൽപ്പിച്ച കാര്യമാണ്. അള്ളാഹുവിനെ അല്ലാതെ ഇലാഹാക്കാൻ പാടില്ല എന്നതോട് ചേർത്ത് പറഞ്ഞ കാര്യമാണ് മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണം എന്ന്. അതുകൊണ്ട് കർമ്മം കൊണ്ടും വാക്കുകൊണ്ടും ഒരു സന്ദർഭത്തിൽ പോലും മാതാപിതാക്കളെ വെറുപ്പിക്കാൻ പാടില്ല. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാൽ അവർക്ക് വേണ്ടി എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ പ്രധാനമാണ് അള്ളാഹു ചേർക്കാൻ കൽപ്പിച്ചിട്ടുള്ള ബന്ധങ്ങൾ. മാതാപിതാക്കളോട്, ഇണതുണകളോട്, സഹോദരി സഹോദരന്മാരോട്, അയൽക്കാരോട്, അങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള എല്ലാവരോടുമുള്ള ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. മാതാപിതാക്കളെ വിഷമിപ്പിച്ചുകൊണ്ടോ അവരുടെ അതൃപ്തി കരസ്ഥമാക്കിക്കൊണ്ടോ അതുപോലെ അള്ളാഹു ബന്ധം ചേർക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിച്ചുകൊണ്ടോ ആരാധനകളിൽ അഭയം തേടുന്നതിൽ അർത്ഥമില്ല. അല്ലാഹു തആല അവൻ കൽപ്പിച്ച പ്രകാരം ജീവിതത്തെ ശുദ്ധീകരിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.